അങ്ങനെ നിധി വീണ്ടും വണ്ടി ഓടിക്കാൻ പഠിക്കണം. നികേഷ് പറയുന്നുണ്ട് മെല്ലെ എടുത്തി ഓടിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മുറ്റത്ത് കൂടെ എങ്ങനെ ഓടിക്കണ സമയത്ത് സുധീഷ് ചോദിക്കുന്നുണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ ചോദിക്കണ്ടേ. അയ്യോ വേണ്ടേ, നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട, എന്നെ നികേഷ് പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി ഇങ്ങനെ മെല്ലെ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് നമ്മുടെ ചാന്ദിനി വന്ന് നിൽക്കുന്നു. ചാന്ദിനി കണ്ടപ്പോൾ അവൾ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എല്ലാവരും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ചാന്ദിനിക്ക് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ. എന്നിട്ട് പറയുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. നിനക്ക് എങ്ങനെ വീട് മനസ്സിലായി? എൻ്റെ ഏട്ടത് വഴി പോയപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ വീടുണ്ട് ഇവിടെ, പോയി കുറച്ച് നേരം ഇരുന്നോളാൻ പറഞ്ഞു എന്ന് പറയുന്നത്. ആർക്കും അവളുടെ ഭാഷയൊന്നും മനസ്സിലാവണില്ല. സുഭാഷ് ഏട്ടനും നമ്മുടെ നിധിയും കൂടി ഉള്ളിലേക്ക് പോകണ്ട, അടുക്കളയിൽ ഉള്ളിലേക്ക് പോകണ്ട. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നികേഷുണ്ട് ഹരീഷുണ്ട്. നികേഷ് പറയുന്നുണ്ട് ചാന്ദിനിയോട് ഞാൻ നിങ്ങളെ കുറച്ച് മലയാളം പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് ഗ്ലാസ് എന്ന് പറയുക. അതേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഗ്ലാസ് എന്നൊക്കെ പിന്നെ മെല്ലെ മെല്ലെ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെ നമ്മുടെ ഹരീഷിനോട് നമ്മുടെ ചാന്ദിനി ചോദിക്കുന്നുണ്ട് എങ്ങനെ മലയാളത്തിൽ അച്ഛന് സുഖമല്ലേ എന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ നികേഷ് പറയുന്നത് അത് ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് നീ ഒരു വിളക്കെണ്ണ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവൾ പാവം അങ്ങനെ അത് പഠിക്കേണ്ടത് നീ ഒരു വിളക്കെണ്ണ എന്നൊക്കെ ഇങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞ് മനസ്സിൽ പഠിപ്പിച്ചിട്ട് എന്നിട്ട് ഭാസ്കരനോട് പോയി പറയുന്നുണ്ട് നീ ഒരു വിളക്കെണ്ണ എന്ന് പറയുന്നത്. ആ സമയത്ത് ഭാസ്കരന് ദേഷ്യം വരുന്നുണ്ട്. നിനക്കല്ലടി മലയാളം അറിയില്ല പറയുന്നത്, നീ എന്തിനാ എന്നെ വിളക്കെണ്ണ എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാന്ദിനോട് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ പാവം പിന്നെയും പറയുന്നത് നീ ഒരു വിളക്കെണ്ണ, അവളുടെ വിചാരം അച്ഛന് സുഖമല്ലേ എന്നാണ് ചോദിക്കണത്. അപ്പോഴേക്കും നമ്മുടെ ഹരീഷും നികേഷും ഉള്ളത് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനും നിധിയും കൂടി ഓടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറയേണ്ട ഏട്ടാ ഇവൻ പഠിപ്പിച്ചു കൊടുത്തത് അച്ഛന് സുഖമല്ലേ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. ഇവൻ പഠിച്ചത് ഈ ഒരു വിളക്കെണ്ണാന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പാവ ആ കുട്ടീനെ വെറുതെ ചീത്ത കൊള്ളിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെയും ഭാസ്കരനോട് നീ ഒരു വിളക്കെണ്ണ എന്ന് പറയുന്ന സമയത്ത് ഭാസ്കരൻ ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഹരീഷും നികേഷും കൂടി വീണ്ടും നിധിനെ വണ്ടി പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് അവിടേക്ക് വരുന്നുണ്ട്. സുധീഷ് വരുന്ന സമയത്ത് നമ്മൾ നിധി പറയുന്നത് നിങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു, ഇവിടെ നിന്നൊക്കെ ഞാൻ ആ റൗണ്ട് പോയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് ഞാൻ പഠിപ്പിക്കാം. അയ്യോ വേണ്ടേ, എന്നെ ഇവർ പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ എന്നെ ഇവിടെ നാട്ടിൽ പറഞ്ഞയക്കണം, ഞാൻ ഇവിടെ നിന്ന് നോക്കി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സുധീഷ് നോക്കി നിൽക്കുമ്പോൾ നിധിക്കാണെങ്കിൽ ഓടിക്കാൻ പറ്റുന്നില്ല. നിധിയുടെ വണ്ടി ഇങ്ങനെ ആടുന്നുണ്ട്. ആ സമയത്ത് നിധി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നത്. എന്നാലും സുധീഷ് ഇങ്ങനെ സങ്കടപ്പെട്ട് പോയിട്ട് നമ്മളെ നേരെ പോകുന്നത് നമ്മുടെ സുധീഷിൻ്റെ വണ്ടിയുടെ ഓണറിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പറയേണ്ട ഏട്ടാ ഞാൻ കുറച്ച് വണ്ടി ഓടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല, നിൻ്റെ ലൈസൻസ് പോലീസുകാർ വാങ്ങി വെച്ചിട്ടുണ്ടല്ലേ, നിനക്കില്ലെങ്കിലും ഇവിടുത്തെ ആൾ പറയണത് നിനക്ക് ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ തരുന്നുണ്ട് എന്ന്. ഇനിയിപ്പോൾ ഞാൻ നിനക്ക് വണ്ടി തന്നാൽ അവരൊക്കെ എനിക്കെതിരെ കേസ് തരും, കാരണം എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓണർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാവരും സുധീഷിനെ കളിയാക്കാൻ തുടങ്ങും. സുധീഷിനാണെങ്കിൽ ആകെ വിഷമം വന്നിട്ട് പോണത് നേരെ ബാറിലേക്കാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.